സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശാരിക എത്രമാത്രം കോളേജിൽ സുഹൃത്തുക്കളുടെ മുമ്പിൽ നാണം കെടാമോ അത്രമാത്രം നാണം കെട്ട് വന്നതിൻ്റെ എല്ലാ ദേഷ്യവും അമ്മയോടും അച്ഛനോടും മാത്രമല്ല, പിന്നീട് വിളിക്കുന്ന ദേവികയോട് പോലും തീർക്കുന്നുണ്ട്. അവൾ മാത്രമല്ല ആദ്യമായിട്ട് MLA ആയിട്ടുള്ളതെന്നും അവൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്നും അങ്ങനെ മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ദേവിക ശാരികയുടെ കോളേജിൽ വരാഞ്ഞേ, അവളെ എന്തിനാ ഇങ്ങനെ മാനം കെടുത്തിയെന്നറിയാൻ വേണ്ടിയിട്ട് രാധിക ദേവിയെ വിളിക്കുന്ന സമയത്താണ് ദേവി പറയുന്നത് നന്ദന് തീരെ വയ്യെന്നും മുഖ്യമന്ത്രി കാണണ്ട, അർജൻ്റ് ഒരു ആവശ്യമുണ്ടായിരുന്നു, ആ മീറ്റിംഗ് പോലും ഞാൻ ഇന്ന് മാറ്റിവെച്ച് ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചിട്ട് ഞാനിപ്പോൾ നന്ദനോടിരിക്കുവാണെന്നും നന്ദന് ചെറിയ അസ്വസ്ഥതകളുണ്ട്, മാനസിക വിഭ്രാന്തിയെ പോലെയൊക്കെ കാണിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴത്തേക്കും രാധികയും മാധവനും ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദേവി കോളേജിൽ വരാഞ്ഞെന്ന് സത്യം അറിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ രാധികയ്ക്കും മാധവനും വിഷമം മാറിയെങ്കിലും ശാരികയോട് അത് പറയാൻ വേണ്ടിയിട്ട് ഫോൺ കൊണ്ട് കൊടുക്കാൻ ദേവി പറയുന്നുണ്ട്. പക്ഷേ ശാരിക ഫോൺ എടുത്തില്ലെന്ന് മാത്രമല്ല, ഫോണിലൂടെ ദേവിയെ ഒരുപാട് കുറ്റപ്പെടുത്തി പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞ നന്ദൻ്റെ അവസ്ഥയും ശാരിക ഇങ്ങനെയൊക്കെ പറഞ്ഞതും കൂടി കേട്ട് ദേവി ആകെ സങ്കടപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം കേട്ടു എന്നും അവളുടെ സങ്കടം കൊണ്ട് പറയുവാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നെങ്കിലും രാധികയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. രാധിക പറയുന്നത് പോലും കേൾക്കാൻ ശാരിക തയ്യാറാകുന്നില്ല. അതേസമയം ഗിരീഷിനെ രജനി വീണ്ടും വിളിച്ചു പറയുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് ചന്ദ്രോത്ത് വീട്ടിൽ പോയേ പറ്റൂ, എനിക്ക് നന്ദൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെന്നും എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം ദേവികയായിട്ട് ഉടക്കുണ്ടാക്കത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പൊക്കോളാൻ പറയുന്നുണ്ട് ഗിരീഷ്. അപ്പോൾ നന്ദി പറഞ്ഞ് രജനിയാണെങ്കിൽ അമ്മയോട് ഓടി വന്ന് പറയുന്നുണ്ട് ഗിരീഷ് സമ്മതിച്ചു, ഞാൻ എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയുമ്പം അമ്മ പറയുന്നു എനിക്കും നന്ദുവിനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും കൂടി വന്ന് കാണുമ്പം അവനൊരു രോഗിയാണെന്ന് അവന് തന്നെ തോന്നിയാലോ എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട് അമ്മ എന്തായാലും തൽക്കാലം ഇപ്പം വരണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് എത്രയും പെട്ടെന്ന് അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രജനി അങ്ങ് ചെല്ലുന്നു. രജനി കണ്ടതും പ്രഭാവതി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. മോളെ നീ നന്ദനെ കണ്ടോ, അവന് തീരെ വയ്യ, പിച്ചും പെയ്യും ഒക്കെ പറയുന്നുണ്ട്, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും രജനിക്ക് അറിയേണ്ടത് ദേവിക ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോയോ, ഇങ്ങനെ വയ്യാതിരിക്കുന്ന നന്ദനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയോ ഇല്ലയോ എന്നാണ് അറിയേണ്ടുന്നത്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ദേവിമോളാണെങ്കിൽ നന്ദന് വയ്യെന്ന് അറിഞ്ഞപ്പോഴേ ഇന്നത്തെ സകല പരിപാടികളും ക്യാൻസൽ ചെയ്ത് നന്ദമോനോടൊപ്പം ഇരിക്കുക, അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം രജനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രജനിക്ക് വേണ്ടിയിട്ട് ചായ ഇടാൻ പോകുന്ന പ്രഭാവതിയുടെ പിന്നാലെ പോയി രജനിയാണെങ്കിൽ ദേവിയെയും അമ്മയും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പിരിവെച്ച് കൊടുക്കുന്നു. അതായത് നന്ദൻ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ദേവി തന്നെയാണ്. എല്ലാവരുടെയും മുമ്പിൽ ദേവി വലിയ ആളായി മാറുമ്പം അവൻ ആരുമല്ലെന്നുള്ള അപകർഷതാബോധമായിരിക്കും ചിലപ്പോൾ അവനെ ഇങ്ങനെയാക്കി എടുത്തതെന്ന് പറയുമ്പോൾ രജനി അനാവശ്യ വർത്തമാനങ്ങൾ പറയരുതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. രജനിയാണെങ്കിൽ അമ്മയുടെ ദേഷ്യം കണ്ടിട്ട് ആകെ പേടിച്ച് മിണ്ടാതെ നിൽക്കുമ്പോൾ പ്രഭാവതി ദേഷ്യത്തോടെ പറയുന്നു, ഒരാൾക്കൊരാപത്ത് വരുമ്പോഴല്ല ശത്രുത കാണിക്കേണ്ടുന്നത്, ദേവിമോള് എത്രമാത്രം സങ്കടപ്പെടുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അവളുടെ സ്നേഹത്തെ നീ അളക്കാൻ നിൽക്കേണ്ട എന്ന് പറയുന്നു. അതേസമയം നന്ദനെ പോയി കാണുന്നുണ്ട് രജനി. എന്താ പറ്റിയ നന്ദ, നിനക്ക് എന്താ പറ്റിയ, ഈ ചേച്ചിയോട് തുറന്നു പറയാനൊക്കെ പറയുമ്പം നന്ദനാണെങ്കിൽ നിസ്സഹായതയോട് രജനിയെ നോക്കുന്നതേ ഉള്ളൂ. അതേസമയം ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം മുരളിയാണെങ്കിൽ നന്ദൻ ഇങ്ങനെയൊക്കെ വയ്യാണ്ടായ കാര്യം അറിഞ്ഞിട്ട് നന്ദനെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മുരളിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് നന്ദനുണ്ട്. എന്നാൽ ദേവി അടുത്ത് നിൽക്കുന്നത് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. ദേവി നിൽക്കുന്നത് കൊണ്ടാണ് മുരളിയോട് സംസാരിക്കാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കിയ ദേവി പറയുന്നു, എന്നെ കാണുന്നതും ഞാൻ സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി തന്നോളാം, അങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ മനസ്സിനൊരു ശാന്തത കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദേവിയാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു, മോളെ ഈ സമയത്ത് നന്ദനെ ഒറ്റയ്ക്കാക്കി പോകണ്ട. അപ്പോൾ രജനി പറയുന്നുണ്ട് ഭർത്താവിന് വയ്യാതിരിക്കുമ്പോഴല്ല ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്, അല്ല അമ്മേ, നന്ദുവിന് എന്നെ കാണുമ്പോഴല്ലേ പേടിയും ഞാൻ ആക്രമിക്കാൻ ചെല്ലുക എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ നന്ദുവിന് ആശ്വാസമാകുന്നേ എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ച് ദേവിയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. ദേവിയും മുരളിയും വരുന്നത് കണ്ടിട്ട് രാധികയും മാധവനും ദേവിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. എന്താ മോളെ, നന്ദനൊരു കുറവുമില്ലേ, നന്ദന് വയ്യാതിരിക്കുന്ന സമയത്താണോ മോൾ ഇങ്ങോട്ടേക്ക് വന്നത്, അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ നന്ദുവിനൊരു ബുദ്ധിമുട്ടാണോ എന്നെനിക്കൊരു സംശയം അമ്മ, കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം നന്ദനാണെങ്കിൽ ദേവി പോയതറിഞ്ഞ് ആകെ വിഷമമാകുന്നുണ്ട്. എങ്കിലും അതിനേക്കാളും വലിയൊരു ഭാരം മനസ്സിലിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും അത്ര വിഷയമാക്കി എടുക്കുന്നില്ല.
എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഒതുങ്ങി വരുന്നു എന്ന് മനസ്സിൽ തോന്നിക്കുന്ന സമയത്ത് വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരുമല്ലോ മോളെ എന്ന് പറഞ്ഞ് രാധിക വിഷമിക്കുന്നത് കണ്ടിട്ട് ദേവിയാണെങ്കിൽ സങ്കടപ്പെട്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ ദേവിയെ കാണുന്ന ശാരികയാണെങ്കിൽ ദേവിയോട് ഭയങ്കരമായിട്ട് കയർക്കുന്നുവെങ്കിലും ദേവികയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ശാരികയാണെങ്കിൽ എല്ലാ പിണക്കങ്ങളും മാറ്റി അവൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമായിരിക്കും. എന്തായാലും മുരളി നടന്ന കാര്യങ്ങളെല്ലാം രാധികയോടും മാധവനോടും പറയുന്ന ആ ഒരു നിമിഷമാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ എന്താകുമെന്ന്.